ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇതാണ് പലരും ഫേക്കാണെന്നൊക്കെ പറയുന്ന ഐറ്റോട്ടാ. മോയിനയുടെ എഗ്ഗാണ്. മോയിനയുടെ എഗ്ഗ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഇത് 10 പീസ് ഉണ്ട്. അതിലൊരെണ്ണം നിങ്ങൾക്കുള്ളതാണ്. ഒരെണ്ണം നമ്മൾ ഇപ്പോൾ പൊട്ടിച്ചിട്ട് കൾച്ചർ ചെയ്ത് കാണിക്കോട്ടെ എങ്ങനെയാണ് ഇത് ഫേക്കാണ് റിയൽ ആണെന്ന്. അപ്പോൾ അതിലൊരെണ്ണം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ടോ അതിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളതൊക്കെ അവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇത് നോക്കിയേ, ഇതിൻ്റെ മൂലക്ക് നിറച്ച് ചാടിക്കളിക്കുന്ന എല്ലാം മോയിനാണ് കേട്ടോ. മോയിന് നമുക്കിത് ഈ എഗ്ഗിൽ നിന്ന് ഉണ്ടായതാണ്. എഗ്ഗിൻ്റെ 1/6 ഭാഗം, അതായത് വളരെ കുറച്ച് മാത്രം ഈ കിടക്കുന്ന എഗ്ഗ് ഇട്ടിട്ട് നമുക്ക് വിരിഞ്ഞ് കിട്ടിയിരിക്കുന്ന മോയിനാസാണ്. അത് വെറും 5 ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്രയും കൾച്ചർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് കൾച്ചർ ചെയ്യേണ്ടത് എല്ലാം വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ആണ് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കണമെന്ന് അല്ലട്ടോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ സിജോൺ ആൻ്റണി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് ഡെവലപ്പ് ചെയ്തെടുത്താണ് ഇത്. പല രാജ്യങ്ങളിലൊക്കെ ഈ സാധനം നേർത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഉണ്ടാക്കാനും ഇത് എഗ്ഗ് വേർതിരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിലൊക്കെ ഈ സാധനം ചെയ്യാത്തത്, എഗ്ഗ് കളക്ട് ചെയ്യാത്തത്. പക്ഷേ ബ്രോ എഫക്റ്റ് ചെയ്ത് സാധനം ഇത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലും കുറച്ച് പീസ് സെയിലായിട്ടുണ്ട്. ബ്രോൻ്റെ കയ്യിൽ സാധനം ഇപ്പോൾ ഷോർട്ടാണ്, അതായത് അത്രയ്ക്ക് എൻക്വയറിയാണ് നടക്കുന്നത്. ഹോൾസെയിലായിട്ട് ഒരിക്കലും കിട്ടത്തുമില്ല. ഈ സാധനം ഇപ്പോൾ റീറ്റെയിലായിട്ട് കിട്ടുമ്പോഴും നല്ല എൻക്വയറിയാണ്, ഡിലേ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10 പീസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. 10 പീസിൽ 2 പീസ് നമ്മളിപ്പോൾ ഒരെണ്ണം കൊടുക്കും, ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി 8 പീസ് നമ്മുടെ ഉണ്ട്. കോൺടാക്ട് ചെയ്താൽ അവർക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു 5 ദിവസത്തെ വീഡിയോ ആയിരിക്കും. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ 5 ദിവസമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. പലരും ഫേക്കാണെന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെടുത്ത് ചെയ്ത് കാണിച്ചു തരുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത് നമുക്കൊരു സാധനം വന്നിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന സാധനം ഉണ്ടാ. അത് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൊച്ച് ചെയ്താലോ, പൊട്ടിച്ച് കാണിച്ചു തരാം. പലരും നമ്മൾ കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനം കൈ കിട്ടുമോ, ഈ സാധനം ഇവിടെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതേ സാധനം നമ്മുടെ സുഹൃത്താണ്ടാ സുഹൃത്തിനോട് മേടിച്ചിട്ടുണ്ട് സാധനം. ഓക്കെ, സാധനം ഇരിക്കണോ. ഇത് ഇങ്ങനെ നല്ലൊരു കിടിലം പാക്കിലാണ് വന്നത്. സാധനം ഡാമേജ് ആകാതിരിക്കാനായിട്ട് ഒരു മൂടിയിലേക്ക് വെച്ചിട്ട്, നമ്മുടെ ബോട്ടിലിൻ്റെ മൂടിയിലേക്ക് വെച്ചിട്ടാണ് സാധനം വന്നിരിക്കുന്നത്. സേഫായിട്ട് തന്നെ നമ്മുടെ ഈ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ക്യാപ്സ്യൂളിൻ്റെ ഇതിലാണ് വരുന്നത്, ക്യാപ്സ്യൂളിലാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സാധനം. ഇതാർക്കെങ്കിലും മനസ്സിലായി ഈ സാധനം എന്താണെന്ന്? ഇത് മോയിനയുടെ എഗ്ഗാണ്ട. ഇത് വെച്ചാണ് നമ്മൾ മോയിനെ വിരിയിക്കാൻ വേണ്ടി പോകുന്നത്. പലരും ചോദിക്കുന്നത് വെച്ചാൽ മോയിനെ കൊറിയർ അയച്ചു തരുമോ. അതായത് നമ്മൾ ഇവിടെ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ദുബായിൽ നിന്ന് ഖത്തറിൽ നിന്നൊക്കെ ഒരേ ആൾക്കാർ പിന്നെ വളർത്തുണ്ടാവും. ചിലപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നേപ്പാൾ അവിടെ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആണെങ്കിലും ഈ സാധനം നമുക്ക് കൊറിയർ ചെയ്ത് തരും കേട്ടോ. സാധാരണ മൊയിനെ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇത് എഗ്ഗാണ്. ഇത് 1 വർഷം വരെ നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരാവശ്യപ്പെട്ടാലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഈ സാധനം കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത്ര സാധനം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഹോൾസെയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ, റീറ്റെയിലായിട്ട് മാത്രമാണ് ബ്രോൻ്റെ സാധനമുള്ളത്. ഇതെങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണാം. അതിന് തന്നെ നമ്മളിവിടെ എങ്ങനെ കൾച്ചർ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ സാധനത്തിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് ഒരു 6 കൾച്ചർ വരെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് 6 കൾച്ചറാണ് കിട്ടാൻ പോകുന്നത്. അത് കുറച്ചെടുക്കുക. നമ്മൾ ഒരു ലിറ്ററിൻ്റെ വെള്ളത്തിൽ ഇപ്പോൾ ഈ അക്വാറിയത്തിലാണ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചെയ്യണത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഏതെങ്കിലും എടുത്ത് വെച്ചിട്ട് അവിടെയും നമുക്കിത് കീപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാച്ചിങ് കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കറക്റ്റ് ഹാച്ചിങ് ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇത് കുറച്ചെടുക്കുക, അതിനുശേഷം നമ്മൾ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ ബീറ്റ ബ്രീഡിങ് പലരും പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ബ്രീഡിങ്ങിനൊക്കെ പോകും. അപ്പോൾ മോയിനത ഷോർട്ടേജ് വരാറുണ്ട്. അപ്പോൾ ഈ സാധനം ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ 3 മാസമല്ല 6 മാസമല്ല 1 വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. പിന്നെ ഇത് വിരിയിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എയറേഷൻ വേണം അല്ലെങ്കിൽ ഫിൽറ്റർ വേണം, മറ്റ് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്നേക്കാം. അതൊന്നും വേണ്ട. നമ്മൾ ഈ 1 ലിറ്റർ വെള്ളത്തിലാണ് ഇത് കുറച്ചിട്ടിട്ട് വിരിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഫീഡ് ചെയ്യില്ലേ, അതേപോലെ ഫീഡ് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് തുടങ്ങിയാലോ പരിപാടി. എന്താണ് ഈ എഗ്ഗ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇത് എഗ്ഗ് എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇത് ആദ്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയിന ഉണ്ടാകുന്നത് ഈ കുളങ്ങളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഈ മൊയിന ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ കുളത്തിലൊക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ അകത്തുള്ള മീനുകൾ കഴിക്കുന്ന ഫുഡാണ് ഈ മൊയിന എന്ന് പറയുന്ന സാധനം. മൊയിന ഉണ്ടാകും, അതുപോലത്തെ പല ജീവികളും ഉണ്ടാകും. പക്ഷേ ഈ മൊയിന മെയിനായിട്ട് എല്ലാ കുളത്തിലും തന്നെ ഉണ്ടാവും. ആ മൊയിന ഈ വെള്ളം പറ്റി കഴിയുമ്പോൾ അവിടെ പോകും. അതേപോലെ തന്നെ ഈ മീനുകളൊക്കെ ചിലപ്പോൾ ചെളിയിലൊക്കെ ഒളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ മൊയിന എന്ത് പറ്റും, മൊയിന ഈ വെള്ളം പറ്റുമ്പോൾ നശിച്ചു പോകില്ലേ. പക്ഷേ അത് വീണ്ടും മഴ പെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വെള്ളം ചീത്താവൂലേ, ആ സമയത്ത് ആ വെള്ളം പറ്റുന്ന സമയത്തൊക്കെയാണ് ഈ മൊയിന കൂടുതൽ എഗ് ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ അവർ ബ്രീഡ് ചെയ്യും, അല്ല പ്രസവിക്കും. ഇത് ഈ വെള്ളം ചീത്താകുമ്പോഴും വെള്ളം പറ്റി തുടങ്ങുമ്പോൾ ഇവർ എഗ് ചെയ്തിട്ട് ആ കുളത്തിൽ സൈഡിലൊക്കെ ഇതിൻ്റെ എഗ്ഗ് ഉണ്ടാവും. അതാണ് പിന്നെ വിരിഞ്ഞ് മഴയൊക്കെ വരുമ്പോൾ വെള്ളത്തിൽ ഏറേഷൻ ഒന്നും വേണ്ട, അവിടെ കിടന്ന് വിരിഞ്ഞ് വരുന്ന കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. പിന്നെ ഈ മൊയിനെ കൾച്ചർ ചെയ്ത് മൊയിനെ എഗ്ഗ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. മൊയിന തന്നെ ചെറുതാണ്, അതിനേക്കാൾ വളരെ ചെറുതായിരിക്കും മൊയിനയുടെ എഗ്ഗ്. അപ്പോൾ അത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിലൊക്കെ ആരും ചെയ്യാത്തതെന്ന് തോന്നുന്നത്. അത് നമ്മളെ ബ്രോ, അതായത് സിൽജോൻ ബ്രോ ചെയ്തെടുത്ത് കഷ്ടപ്പെട്ട് തന്നെയാണെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഒരു അറിവ് കിട്ടിയത് ബ്രോൻ്റെ ഈ സാധനം വന്നപ്പോഴാണ് ഇങ്ങനെ മൊയിനയുടെ എഗ്ഗ് ഉണ്ടെന്നൊക്കെ മനസ്സിലായിട്ടാ. അപ്പോൾ ബ്രോ പറഞ്ഞു തന്ന അറിവാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ്. പിന്നെ ഇപ്പോൾ വിരിക്കണ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പിടിച്ചു വെച്ച വെള്ളമില്ലേ, നേരത്തെ പിടിച്ചു വെച്ച വെള്ളം എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഫിഷിന് വേണ്ടി നേരത്തെ തന്നെ പിടിച്ചു വെച്ച വെള്ളം ഉണ്ടോ, അത് ഈ വെള്ളം എടുക്കണം. 1 ലിറ്ററോളം മതി, നമുക്ക് ഇത്ര മതി വെള്ളം കാണിക്കണമല്ലോ ഒരു ഷാമ്പു. അത് കഴിഞ്ഞിട്ടാണ് കൾച്ചർ ചെയ്യാൻ. അത് നമുക്ക് ക്യാപ്സുൾ തുറക്കാൻ വേണ്ട. ഇത് കുറച്ച് മാത്രം എടുക്കുള്ളേ, നമുക്കിത് 6 കൾച്ചർ വരെ സെറ്റുകളാണ്. എന്താ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെ മൂടിയും വെക്കാണ്ട് സാധനം. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ സാധനം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാം. എന്താ ഇതങ്ങ് മൂടി നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കോട്ടെ ഈ സാധനം. ഇനി നമുക്ക് എപ്പോൾ വേണം, 1 വർഷത്തിനുള്ളിൽ എടുത്താൽ മതി. 1 വർഷം വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കണം. സാധനമുണ്ട്, ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ ഇളക്കി കൊടുക്കുക. എയറേഷൻ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഒന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്താൽ മതി. അപ്പം ഇത് നല്ലോണം ഇളക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ കൊതുകൊന്നെങ്കിൽ ഒന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ നെറ്റ്, സാധാരണ ഏതെങ്കിലും നെറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വലിയ നെറ്റ് വെച്ച് ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട്. പിന്നെ നാളെ നോക്കാം കേട്ടോ, നമുക്കിത് എന്തായെന്നുള്ളത് ഇതിൻ്റെ റിസൾട്ട് നാളെ അറിയാം. അത് ഇതായാലും മതി കേട്ടോ, കൊതുക് കയറാതിരിക്കാൻ വേണ്ടി മൂടിയിടണമെന്നുള്ളൂ. ഞാൻ മൂടിയിട്ടുണ്ട്. നാളെ കാണാം. നാളെ ഇനി ഇങ്ങനെ 24 മണി, നമുക്ക് 48 മണിക്കൂറാണ് ടൈം പറഞ്ഞേക്കുന്നത്. എന്തായാലും നാളെ നോക്കാം. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് ബാക്കി വന്നേക്കണ ആർട്ടിമേ നമ്മൾ ഇതിനകത്താണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഏതെങ്കിലും സൈഡിൽ മതി, ഫ്രീസറിലൊക്കെ ഒന്നും വേണ്ട. ഇത് നമ്മൾ വെള്ളം വെക്കുന്ന ഇടത്തിലോ എവിടെയെങ്കിലും സാധനം ഒരു തണുപ്പെട്ടി ഇരുന്നാൽ മതി. റൂം ടെമ്പറേച്ചറിൽ വെക്കാട്ടോ, ഹാച്ചിങ് കുറയുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ മൊയിനയുടെ എഗ്ഗ് നമ്മൾ വെള്ളത്തിട്ടിട്ട് ഇപ്പോൾ 24 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി വന്നേക്കണ്ട വിരിഞ്ഞ എന്താണെന്നൊക്കെ അറിയാനായിട്ട്. ഇത് നെറ്റിട്ടാൻ കൂടി വെച്ചാണ് നോക്കാട്ടെ നമുക്ക് ഇന്ന് വിരിഞ്ഞിട്ടുണ്ടാകുന്ന കാര്യം. എഗ്ഗെല്ലാം മുകളിൽ തന്നെ അടക്കണ്ട കേട്ടോ. ഇത് എടുത്ത് നോക്കാം നമുക്ക്. 24 മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. മോന കൾച്ചറാകാൻ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. എങ്കിലും 2 ദിവസം 3 ദിവസം എടുക്കും ഇത് ഫുള്ള് വിരിയാനായിട്ട്. കണ്ടിട്ട്
എല്ലാം തന്നെ ഇങ്ങനെ മുകളിൽ കിടക്കണ്ട, വിരിഞ്ഞിട്ടില്ലെന്ന് തോന്നണത്. നമുക്കൊന്ന് ജസ്റ്റ് ലൈറ്റൊക്കെ അടിച്ച് നോക്കാം. ലൈറ്റ് അടിച്ച് നോക്കാമെന്നറിയില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും സംഭവം എന്താണെന്നറിയണമല്ലോ. 24 മണിക്കൂറായിട്ടുണ്ട് കറക്റ്റ്. അടിവശത്ത് നോക്കാം കേട്ടോ, നമുക്ക് കാണാനില്ല. മുകളിലില്ല കേട്ടോ, താഴെ നമുക്ക് നോക്കാം. ലൈറ്റ് അടിക്കണം കേട്ടോ. ഇതിവിടെ ഒരെണ്ണം ഓടണ പോലെ ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഓടണ പോലെ ഉണ്ടായിരുന്നു, നോക്കട്ടെ കേട്ടോ. ഇപ്പം കാണാനില്ല. ഒരെണ്ണം ദേ അവിടെ മൂവിങ്ങാണ്ട്, ഇതേ മൂവിലൊക്കെ ഉണ്ട്. ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. കാണിച്ച ഇത് ഈ ഒരു ഏരിയയില്ലേ, കാണണമെന്ന് അറിയില്ല. അവിടെ ഒരെണ്ണമുണ്ട്, നൈസായിട്ട് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ 1-2 പറയാം. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, കുറച്ചും കൂടി ചെറുതായിരിക്കും. എന്തായാലും ഇനി നാളെ നോക്കട്ടെ. ഫസ്റ്റ് ഡേറ്റിൽ 1-2 വിരിഞ്ഞിട്ടുണ്ട്, നാളെ നോക്കാം. അത് നമ്മൾ ഈ അക്കോറി അങ്ങാടിങ്ങളൊക്കെ പൊക്കി മാറ്റുമ്പോഴേ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാനുണ്ട്, ഈ വെള്ളം അനങ്ങുമ്പോഴില്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് താഴേക്കാക്കി വിടാം. ഈ വെള്ളത്തിൽ തന്നെ നനച്ചിട്ട് എല്ലാ സൈഡിലും ഒട്ടിപ്പിടിച്ചിരിക്കണത്. ഇവിടെ കണ്ട ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കണ്ട, ഇതൊക്കെ ഇങ്ങനെ വെള്ളം വെച്ച് തന്നെ താഴേക്കാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇന്നലെ വെച്ച പോലെ നൈസായിട്ട് അവിടെ തന്നെ വെക്കട്ടെ. അതിൻ്റെ അടിയിൽ തന്നെ വെക്കണം. കൊതുക് വരാതിരിക്കാൻ മൂടിയും വെക്കണ്ട്. ഫ്രണ്ട്സ്, കൾച്ചർ ഇട്ടിട്ട് നമുക്ക് 48 മണിക്കൂറായിട്ടുണ്ട്, 2 ദിവസമായി. നോക്കട്ടെ, നമുക്ക് മുകളിൽ എഗ്ഗ് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, എടുത്ത് നോക്കാം. മുകളിൽ എഗ്ഗിൻ്റെ ഇത് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഉള്ളിൽ വല്ലതും ആയിട്ടുണ്ടോ നോക്കാം. നിങ്ങൾ കാണണ്ടെന്നറിയില്ല, ഇവിടെ മൂവ് ആവണോട്ട് അടിക്കണം. ഓക്കെ, 48 മണിക്കൂറായപ്പോൾ അത്യാവശ്യം സാധനം ഇവിടെ മൂവ് ആവുന്നുണ്ട്. നിങ്ങളെ കാണിച്ചു തരാനായിട്ട് വേണ്ട, എൻ്റെ കൈൻ്റെ അവിടെ കൂടി നോക്കി വേണ്ട, സൂം ചെയ്യാം. കാരണം ഭയങ്കര ചെറുതാണ്. ഇത് വേണ്ട വേണ്ട വേണ്ട, എൻ്റെ ആ വിരലിൻ്റെ അവിടെ നോക്കി. കുറച്ചുകൂടി ഇവിടെ മൂവാണ്ട് നോക്കാം. അതെ വേണ്ട വേണ്ട വേണ്ട, ആ മൂവാണ്, ചാടിച്ചാടി മൂവാണ് വേണ്ട, അതെല്ലാം മൂവിന് വേണ്ട. അതെ നമ്മൾ ഫോക്കസ് കറക്റ്റായി കിട്ടേണ്ട, അല്ലെങ്കിൽ എല്ലാം കാണിച്ചായിരുന്നു. എന്നാണ് നിങ്ങൾക്ക് കുറേച്ചൊക്കെ മൂവാണ് കേട്ടോ. അപ്പോൾ എഗ്ഗിൽ നിന്ന് വിരിഞ്ഞാണ്, വളരെ ചെറുതാണ്, നമ്മൾ കാണാത്ത അത്ര ചെറിയ കുഞ്ഞുങ്ങളും ഇതിനകത്ത് ഉണ്ടാകും. ഉണ്ടാകണ്ട മൂവാണണ്ട, ഉണ്ടല്ലേ, എല്ലാം മോയിനണ്ട. അപ്പോൾ 48 മണിക്കൂർ കൊണ്ട് നമുക്ക് സാധനം ഹാച്ചിങ് തുടങ്ങുന്നുണ്ട്. നമ്മൾ ചെയ്തേക്കണത് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, ഈസ്റ്റ് നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏഞ്ചലിൻ്റെ ഈസ്റ്റാണ് യൂസ് ചെയ്യണത്. കുറച്ച് മതി, നമ്മൾ വീഡിയോക്ക് വേണ്ടി കുറച്ച് എടുത്തിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് സാധനം നമുക്കുള്ളു.
അപ്പോൾ വളരെ കുറച്ച് കൊടുത്താൽ മതി ഫീഡ് കൂടിയാലും മൊയിന ഡെഡായി പോവേ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കൊടുക്കുള്ളൂ, 2 എടാ ഇത്ര മാത്രം നമ്മൾ കൊടുക്കാനുള്ളൂ. കണ്ടില്ലേ, ചെറിയൊരു രീതിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇനി നാളെ നോക്കാം. ഇപ്പം എന്തായാലും വിരിഞ്ഞെങ്കിൽ ഇനി നാളെ ഇതിൽ കൂടുതൽ ഉണ്ടാവും ഈ മൊയിന തന്നെ. അതായത് ആ ബ്രോയിനോട് പറഞ്ഞത് ഇതിനകത്ത് നിന്ന് വരുന്നത് ഫീമെയിലായിരിക്കും. ഫീമെയിൽ മൊയിന കൂടുതൽ വരും. ഫീമെയിലിൻ്റെ ഇതനുസരിച്ച് പടയൊന്നും പറഞ്ഞാൽ അവർ വെറ്റ് വരിക്കോളും കേട്ടോ. അതെ, ഒരു ഫീഡൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ട്. അതെ അതെ, ഉണ്ടാ അവർ ഫീഡ് എടുക്കാനുണ്ടേ കാണാൻ. നമ്മൾ ഇപ്പം ഇട്ട് കൊടുത്ത ഈസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കളിക്കാണ്ട. അപ്പോൾ ബാക്കി നടക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഇത് ആ ടീം വേണ്ട, നമ്മൾ മൊയിന ഇട്ടിട്ട് ഇന്ന് 3-ാം ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി വന്നിട്ട മൊയിന എന്ത് മാത്രം ഉണ്ടെന്ന്. കൊതുകൊക്കെ ഇറങ്ങിയൊക്കെ ഉണ്ട്, നെറ്റുള്ള കാരണം കയറിയില്ല അത്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഓടി കിടക്കണ്ട സാധനം നിറയുണ്ട്. കണ്ട കുഞ്ഞു കുഞ്ഞു സാധനം ഓടി കിടക്കണ്ട, എല്ലാം മോയിനുണ്ട്. അപ്പോൾ സക്സസ് ആണ് സാധനം. 3 ദിവസം കൊണ്ട് അത്യാവശ്യം സെറ്റായിട്ടുണ്ട് നമുക്ക്. അതെ കണ്ട, ഇതെല്ലാം മോയിനടിക്കാൻ ചാടി നടക്കാം. ഓക്കെ, സക്സസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അധികം ഈസ്റ്റ് എടുക്കണം കേട്ടോ. കുറച്ച് ഇന്നലെ ഇട്ടത് പൊടിക്ക് ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ചും ഇട്ട് കൊടുക്കാം. പോയിട്ട് നമുക്ക് ഈസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഏഞ്ചലിൻ്റെ ഈസ്റ്റാണ് യൂസ് ചെയ്യണം. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച് മതി. ഇത്ര ഒന്നും വേണ്ട ശരിക്കും. വീഡിയോ കാരണം എടുത്തുള്ളൂ കുറച്ച്. ഇത്ര മതിയാവും കേട്ടോ. അതെ, ബാക്കി ഇതിനകത്തേക്ക് തന്നെ ഇട്ടോളാം. ഓക്കെ, ഇത്ര മതി. നമ്മൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കണം. ഇളക്കി കഴിയുമ്പോഴത്തേക്കും പാല് പോലെ ആവും. അതാണ് നമുക്ക് വേണ്ടത്. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതിന് ടീമിനെ കണ്ടല്ലോ അല്ലേ ഞാൻ ഓടി നടക്കണം. എന്താ നമ്മൾ സക്സസ് ആണ്. നമ്മൾ അതിനകത്ത് നിന്ന് ഒരു 6-ൽ 1 ഭാഗം എടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഇത്ര സ്റ്റാർട്ട് ഉണ്ട്. ഇതെല്ലാം ഫീമെയിൽസ് ആയിരിക്കും. ഇന്നലെ ഉണ്ടാകുന്നതാണ് ഇതൊക്കെ വലുതായിട്ട് കണ്ട. ആ വലുതൊക്കെ ഇന്നലെ ഉണ്ടായതാണ്. ഇന്നുണ്ടായതാണ് ഈ ചെറുതുങ്ങളൊക്കെ ഇന്നുണ്ടായതാണ്. ഇനി സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാത്രിയായിട്ടാണ് ഞാൻ ഇന്ന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ഓട്ടം പോയിട്ട് വന്നങ്ങനെ 4-ാം ദിവസവും നമ്മൾ മൊയിനയുടെ വീഡിയോ ചെയ്യണോണ്ട് അതിൻ്റെ ഫീഡും കൊടുക്കാണ്ട് എടുക്കണ്ട. നോക്കണ്ടേ, ഓക്കെ. അത്യാവശ്യം നേരം കൂടി കിടക്കണം കേട്ടോ. എന്താ മോയിനൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. എനിക്കിനി ഫീഡ് കൊടുക്കാണ്ട് ഇന്നത്തെ പരിപാടി. ഫീഡ് കൊടുത്തിട്ട് പോകും. മോയിനെ കുറച്ച് എഗ്ഗും കൂടി കിടക്കുന്നുണ്ട്. ഇനി ഹാച്ചാവും കേട്ടോ. ഏഴ് ദിവസം വരെ ഇങ്ങനെ ഹാച്ചായിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞാൽ. എങ്കിലും നമുക്ക് ഇത് മതി. ഒരു കൾച്ചർ ചെയ്യാനായിട്ടുള്ള സാധനം ഇപ്പം തന്നെ ഉണ്ട്. എന്നാലും നമുക്ക് നാളെയും കൂടി നോക്കാട്ടെ. കുറച്ച് ഫീഡ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാളും കുറച്ചും കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മൊയിനയുടെ വീഡിയോ ആണ്. ഇതെന്താണ് ആ മൊയിനയുടെ എഗ്ഗാടാ. അപ്പൊ നമ്മൾ ഈ എഗ്ഗ് ഇട്ട് വിരിച്ചിട്ട് 5-ാം ദിവസമാണ് ഇന്ന്. നമുക്ക് നോക്കിയാലോ പോയിട്ട് പിടിച്ചോ. ഇവിടെയാണ് നമ്മൾ ഇട്ട് വെച്ച്
കൊതുക് കയറാതെ നെറ്റിട്ട് മൂടി വെച്ചിട്ട് 5 ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക്. ബാ പുറത്തേക്കോ, ഇവിടെ കറണ്ട് ഇല്ലടാ, നമുക്ക് നോക്കാം. ഓക്കെ നോക്കി മൊത്തം മൊയിന ടാങ്ക് നിറച്ചായി. ഫില്ലായിട്ട് ഓടിക്കണ്ട. നിങ്ങൾക്കിപ്പോൾ നോക്കിയ അക്വേറിയം ഫില്ലായിട്ടാണ് ഇത് ഇവിടെ കിടന്ന് നോക്കണ്ട. എല്ലാം മുഴുവണ്ടാ. ഇനി 5 ദിവസം കൊണ്ട് നമ്മൾ ഇത്ര സെറ്റ് ചെയ്തിട്ടാണ് ഒരു അക്വേറിയം, അതായത് നമ്മളൊരു ചെറിയ അക്വേറിയം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എവിടെ നോക്കട്ടെ നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ ക്യാപ്സ്യൂളിൻ്റെ ഒരു 6 ഭാഗം എടുത്തിട്ടുള്ളൂ. ആ വലിയൊരു ക്യാപ്സ്യൂൾ എടുത്ത് ഉണ്ടാ, ഇതാണൊരു ഫുള്ള് ക്യാപ്സ്യൂള്. അതിൻ്റെ ഒരു ഭാഗം 6 ഭാഗം നമ്മൾ ഇട്ടിട്ടാണ് ഇത് ഈ അക്വേറിയം ഫുള്ളായിട്ട് കിട്ടിയത് കേട്ടോ. ഓക്കെ അവിടെ കണ്ട, ഇത് വെച്ച് നമുക്ക് ഇനി ഒരു ടാങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജ് ബോക്സിൽ അല്ലെങ്കിൽ അതേപോലെ ഡബ്ബയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. 3 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ചെറുത് വെച്ചിട്ട് നമുക്ക് ഈ ഡബ്ബ ഫുള്ളാക്കി എടുക്കാൻ പറ്റിയ ട്രിക്കൊക്കെ നമ്മളിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഈ സാധനത്തിൻ്റെ ലാഭം നിങ്ങൾ നോക്കിയാൽ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു മൊയിന മേടിക്കണമെങ്കിൽ 50 രൂപ കൾച്ചറിന് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ 70 രൂപ 80 രൂപ കൊറിയർ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സാധനം വെച്ച് നമുക്ക് ഒരു 6 കൾച്ചർ, അതായത് നമ്മൾ 6 പ്രാവശ്യം കൊറിയർ എഴുതി മേടിച്ച് കഴിഞ്ഞാൽ 50 രൂപ വെച്ചാണെങ്കിൽ തന്നെ 300 രൂപ അതിനാവും. കൊറിയർ ചാർജും വരും, ഈ പറഞ്ഞ 400 രൂപ കൊറിയർ ചാർജും. അത്രയ്ക്ക് ഒരു 10 700 800 രൂപയുടെ സാധനമാണ് നമ്മൾ ഈ ഒരു ചെറിയ ക്യാപ്സ്യൂൾ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബീറ്റാസൊക്കെ ചെയ്യില്ലേ, ഇപ്പോൾ നമ്മൾ ബീറ്റാസ് 2ാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം എന്തെങ്കിലും നമ്മൾ ഓഫറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് നമുക്ക് ഈ മൊയിന ആവശ്യം വന്നത്. നമ്മുടെ മൊയിന കൾച്ചർ എല്ലാം പോയി കിടക്കണമായിരുന്നു, എന്തായിരുന്നു ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് മൂടിയൊക്കെ പോയിരിക്കണതാണ്. അപ്പോൾ പുതിയ ബീറ്റ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട സാധനമാണ് മൊയിന. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സാധനം തിരക്കിയിടുന്നത്. ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ പിന്നെ ബ്രീഡിങ് ഇടണമെന്ന് പറയുമ്പോൾ മൊയിനില്ലെങ്കിൽ നേരെ ഇതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഈ ചെറിയ സാധനത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇനി ഞാൻ ബ്രീഡിങ്ങിന് ഇടുന്ന ഒരു 2 ദിവസം മുമ്പ് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ എനിക്കത് ഒരാഴ്ച കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ സാധനം കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ, ഒരു 5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല കൾച്ചർ 50 രൂപ നമ്മൾ മേടിക്കുന്ന ഒരു കൾച്ചർ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. 5-6 ദിവസം കൊണ്ട് നമ്മൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട്. എഗ്ഗ് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. ഇതിന് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ വരുവുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.